ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിരുന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. നിങ്ങൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോട്ടിലൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ അതിന് കുറച്ച് ജൂട്ടിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന നോർമലി ആ ടൈപ്പിൽ ഒരു 1 ലെയർ ആയിട്ടുള്ള ആ ഒരു ടൈപ്പല്ല. ഇത് അതിൻ്റെ ഒരു 6 ലെയർ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുള്ളൊരു ടൈപ്പാണ്. ഇത് ഈ ബോക്സൊക്കെ ഇങ്ങനെ കെട്ടി വരുന്ന ടൈപ്പാണ്. എന്നിട്ട് ഞാനത് ഒരുവിധം കുറച്ചൊക്കെ ഒന്ന് അഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോട്ടിലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫെവിക്കോളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം, നമ്മൾ ആ ഫസ്റ്റിൽ ഒട്ടിക്കുന്ന ആ സ്ഥലത്ത്. എന്നിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ പിരിച്ചിട്ടൊരു കയർ പോലെ പിരിച്ചിട്ടാണ് റോൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ആ ഒരു പിരിച്ച് ചെയ്യുന്ന സമയത്ത് അതിന് നല്ലൊരു ഭംഗിയുണ്ട് ചെയ്യാനും. അപ്പോൾ ഈ പിരിച്ച് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അത്ര സ്മൂത്തായിട്ട് അങ്ങനെ നമുക്ക് ഒട്ടിക്കാൻ പറ്റില്ല. കാരണം ഓരോ ഭാഗം ഇങ്ങനെ പിരിച്ച് റെഡിയാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. മറ്റേ നോർമലായിട്ട് ഇങ്ങനെ പോളിഷ്ഡ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ജൂട്ട് ത്രെഡ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചത് ഒരുപാടാണെങ്കിൽ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയതാണ്. ഞാൻ നേരത്തെ ഒരു ബോട്ടിൽ ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനും. അപ്പോൾ അത് ഓറഞ്ചിൻ്റെ മുസമ്പിൻ്റെ തൊലിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണ്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിരുന്നു. പക്ഷേ ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം, ഐക്കാർഡായിട്ട് കൊടുക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മളിത് ബോട്ടിൽ മുഴുവനായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്നും ഫെവിക്കോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ബോട്ടിൽ ചെരുവ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ജൂട്ട് ത്രെഡ് ആണല്ലോ, അപ്പോൾ അതിനിങ്ങനെ ഒരു നാര് പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ബോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ബേൺ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഈ ഒരു ജൂട്ട് ത്രെഡ് കത്തിപ്പോവരുത്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ വേസ്റ്റ് ആയിട്ട് പോകുമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അതൊക്കെ നന്നായിട്ടൊന്ന് ബേൺ ചെയ്ത് കിട്ടിക്കോളൂ, ആ നാരൊക്കെ. നിങ്ങൾ ഇതിന് പകരം പോളിഷ്ഡ് ആയിട്ടുള്ള ജൂട്ട് ത്രെഡ് അതുപോലെ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട കേട്ടോ. അപ്പം നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മാംഗോ സീഡ്സ് ആണ്, മാങ്ങ അണ്ടി. അപ്പോൾ നമ്മൾ മാങ്ങ കഴിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് മേലെ ഇങ്ങനെ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അതിൻ്റെ മേലുള്ളതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചുരണ്ടി ഒഴിവാക്കിയിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തത്. ഞാൻ മാങ്ങ കഴിച്ചതിന് ശേഷം അതൊന്ന് കഴുകിയിട്ട് ഞാൻ പുറത്ത് കൊണ്ട് വെച്ചാണ്. വെളിയിൽ വെച്ചിട്ട് അത് ഈ ഉറുമ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ആ സ്വീറ്റ്നെസ്സൊക്കെ കഴിച്ച് നല്ല നീറ്റായിട്ട് കിട്ടി, നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കാര്യം ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പം നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉറുമ്പിനെ അങ്ങ് ഏൽപ്പിച്ചു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു 2 സൈഡിലുള്ള ഒരു നാര് പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ വർക്കിന് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗിയും തോന്നി. പിന്നെ ഞാൻ ഇതിനൊരു റെഡ് കളർ പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. റെഡ് ആക്രിലിക് കളറാണ്, ക്രിംസൺ റെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ സീഡ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ സീഡ്സിൻ്റെ മേലെയും അതുപോലെ 2 സൈഡിലൊക്കെയാണ് നന്നായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നത്. താഴെ നമുക്ക് പെയിൻറ്റ് അടിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഒരു 3 മാസം മുമ്പേ ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. നന്നായിട്ടൊക്കെ ഡ്രൈ ആക്കിയൊക്കെ വെച്ചിട്ട് ഒരു കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഇപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ദിവസം എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ മേലൊക്കെ കുറച്ചൊരു പൂപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ബ്ലാക്ക് കളറൊക്കെ കണ്ടില്ലേ. പക്ഷേ അത് വിചാരിച്ചിട്ട് സീഡ്സ് കേടായിട്ട് പോയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു പൊടി മാത്രമേ ഉള്ളായിരുന്നു. ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് മാറ്റിയതാണ്. അങ്ങനെ നമ്മളൊരു 5-6 എണ്ണം പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ പെയിൻറ്റ് അടിക്കാത്തത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം, അതങ്ങ് മാറ്റി വെക്കാം. അപ്പം ഇതിന് പെയിൻറ്റ് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് യെല്ലോ കളർ ആക്രിലിക് കളർ പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ യെല്ലോ പെയിൻറ്റൊക്കെ കഴിഞ്ഞിട്ടോ, ആകെ താഴെ മാത്രമേ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ജസ്റ്റ് ഒരു പോയിൻറ്റഡ് ബ്രഷ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു കളർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അടിച്ചിട്ടുള്ള ഒരു റെഡ് കളറില്ലേ, ഒരു ബേസ് കളർ, അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ ഈ യെല്ലോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് സ്പ്രെഡായിട്ട് ആകെ വൃത്തികേടായിട്ട് പോകും. ആ ഒരു പോയിൻ്റ് ഒന്നും അത്ര ഒരു കറക്റ്റായിട്ട് കിട്ടില്ല, നമുക്ക് സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ റെഡ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം നമ്മൾ യെല്ലോ യൂസ് ചെയ്തിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാ സീഡ്സിനും അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഈ ഒരു ഇതിന് താഴെയായിട്ട് സീഡിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഗ്രീൻ കളറ് ആക്രിലിക് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു 4 പെറ്റൽ പോലെ. അപ്പോൾ ഞാൻ സ്ട്രോബെറിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രോബെറിയുടെ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഞെട്ടി ഉണ്ടാവില്ല, അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് എടുത്തിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു പൊങ്ങിയും താഴ്ന്നും ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിൽ കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ ബ്രഷൊക്കെ ഇപ്പോൾ ഇത് ചീത്തയായി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒന്നിട്ട് സ്പ്രെഡായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഗ്രീൻ കളർ പെയിൻറ്റിൻ്റെ അവസ്ഥയും കണ്ടില്ല, എല്ലാം ഭയങ്കര പരിതാപകരമാണ് അവസ്ഥ. ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മൾ റെഡ്, ഗ്രീൻ, യെല്ലോ ഒക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു കളറാണല്ലോ. അങ്ങനെ ഞാനൊരു 5 സൈഡിനും ഇങ്ങനെയൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രീനും റെഡ്, യെല്ലോ ഒക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കറക്റ്റ് ഒരു സ്ട്രോബെറിയുടെ ഒരു ഭംഗി തന്നെ ഉണ്ടല്ലേ കാണാൻ. അപ്പോൾ നമുക്ക് ഇനി ഇതിന് കുറച്ചൊരു ലീഫൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ടേ. അപ്പോൾ ഞാനതിന് സ്പോഞ്ച് ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 കളർ സ്പോഞ്ച് ഷീറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു മാച്ചിങ് ആയിട്ടുള്ളത് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ് തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി ഒരു മാച്ചിങ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഷീറ്റ്സൊക്കെ ഉണ്ടാവില്ലേ, ഈ ഫയലൊക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു കവർ പോലുള്ളത് അതൊന്ന് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പോഞ്ച് ഷീറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ഏത് ടൈപ്പ് ലീഫാണോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളതൊരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതുപോലെ സ്പോഞ്ച് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടാണ് അതിന് ലീഫ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നതൊന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ പേപ്പറിലൊക്കെ വരച്ചിട്ട് കട്ട് ചെയ്യുമല്ലോ, അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഭയങ്കര സിമ്പിളാണ് കട്ട് ചെയ്യാൻ. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഡിസൈൻസൊക്കെയാണ്, ലീഫൊക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ട്രേസിങ് പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്തിട്ടൊക്കെ വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചധികം ലീവ്സ് തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 5-6 ലീവ്സ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിന് കുറച്ചൊരു ഫ്ലവേഴ്സും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കണ്ടേ. സ്ട്രോബെറിക്ക് നല്ല ഭംഗിയുള്ളൊരു വൈറ്റ് ഫ്ലവേഴ്സാണല്ലോ കാണാം, വൈറ്റിൽ ഇങ്ങനെ യെല്ലോ നടുക്കുള്ള. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് സ്പോഞ്ച് ഷീറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഞാനൊരു 5 പെറ്റലുള്ള ഒരു കുഞ്ഞ് ഫ്ലവർ ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ പകരം ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലോ, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ക്രേ പേപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നോർമൽ ആ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടൊക്കെ ഒന്ന് ഉപയോഗിച്ചാലും മതി. ഞാനപ്പോൾ 5 പെറ്റലുള്ള ഒരു ഫ്ലവർ കട്ട് ചെയ്തതിന് ശേഷം അതിന് ഒരു സൈഡിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുക്കുകയാണ്, ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 3-4 ഫ്ലവേഴ്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സ്ട്രോബെറി അതുപോലെ അതിൻ്റെ ഒരു ലീഫും ഫ്ലവേഴ്സൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ അതിന് നമുക്ക് ആ ഒരു സ്റ്റമ്മിന് പകരമായിട്ട് ഞാൻ ഒരു ഗോൾഡൻ കമ്പിയില്ലേ, നമ്മൾ കോപ്പർ വയറൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ആ ഒരു കമ്പി ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ബാക്കിയുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ജൂൾ ത്രെഡിൽ ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ടൊക്കെ റോൾ ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇത് വളച്ചിട്ടൊക്കെയാണ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വളയ്ക്കുന്നില്ല, കാരണം കുറച്ചൊരു വീതി കുറഞ്ഞിട്ടുള്ളൊരു ബോട്ടിലാണല്ലോ. നല്ല വീതിയുള്ളൊരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വള്ളിച്ചെടി പോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. കാരണം സ്ട്രോബെറിയുടെ നല്ല ഭംഗിയുള്ളൊരു വള്ളിച്ചെടിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റം ഇല്ലാതെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഏതായാലും ആ ഒരു സ്റ്റം ഉണ്ടാക്കിയ ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഈ മാംഗോ സീഡ്സൊക്കെ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ ഒരു സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന രീതിയിലാണല്ലോ, അപ്പോൾ അതുപോലെ ഞാനൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫെവിക്കോൾ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഫെവിക്കോൾ ആകുമ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. നമുക്ക് ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫെവി ബോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗം ഉണ്ടല്ലോ, അതൊരു 20 റുപ്പീസാണെന്ന് തോന്നുന്നു റേറ്റ്. അത് ഒട്ടിച്ചാലും പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റിക്കായിട്ട് കിട്ടും. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് നല്ലൊരു ചെറിയൊരു ടൈപ്പ് മാംഗോ സീഡ്സ് ആണ് കേട്ടോ. അപ്പം ചെറുതായതുകൊണ്ട് എനിക്കിതിലൊരു 4-5 ഒട്ടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ സീഡ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാലൊക്കെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലൊരു 1 വലുതായിരുന്നു, അപ്പോൾ അത് ഞാൻ കുറച്ച് താഴോട്ടാക്കി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ലീവ്സും ആ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒരു 2 ലീവ്സ് ഇങ്ങനെ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു ലീവ്സ് ആയിരുന്നു വെച്ച് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ 2 വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷറഫൻ, അൻഷിഫ, ആലിയ ആലിസ്, റിസ്വാന, ദേവി കൃഷ്ണ, പിന്നെ 5th പഠിക്കുന്ന വൈഗ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ ലീവ്സും ഇവിടെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുഞ്ഞ് ഫ്ലവേഴ്സ് ഇല്ലേ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അതും കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം.
അപ്പോൾ ഞാൻ അതിന് ഇപ്പോൾ ഗ്ലൂ ഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഒരു 2 ലീഫിൻ്റെ ഒരു നടുക്ക് ഒരു ഫ്ലവർ അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഭംഗി തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പിസ്തയുടെ ഷെല്ല് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇതേപോലെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ സ്പോഞ്ച് ഷീറ്റല്ല, നമ്മൾ പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തതായിരുന്നു ഫ്ലവേഴ്സും ലീഫൊക്കെ. സ്ട്രോബെറിയുടെ ഫ്ലവർ നമ്മൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും കാണുന്നത് വൈറ്റ് കളറാണ്. പിന്നെ ചിലതിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യെല്ലോ കളറായിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഒരു നടുക്കുണ്ടാവുമല്ലോ ഒരു യെല്ലോ കളറ്, അപ്പോൾ അതിന് പകരം ഞാൻ കുറച്ച് തെർമോക്കോളിൻ്റെ ഒരു കുഞ്ഞു ബോൾസ് എടുത്തിട്ടുണ്ട് യെല്ലോ കളറ്. അപ്പോൾ അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ ടൈപ്പ് തെർമോക്കോളിൻ്റെ ബോൾസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇത് നല്ലൊരു കുഞ്ഞു ബോളായിരുന്നു. അങ്ങനെ നമ്മളുടെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് എല്ലാം ഡ്രൈ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോട്ട് വാർണിഷും കൂടി അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ്ങും കിട്ടും, ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ബോട്ടിൽ ചെയ്തു എന്നുള്ളതും, അതാണിത്. ഇതിൽ ഞാൻ പിസ്തയുടെ ഷെല്ലാണ് സ്ട്രോബെറി പോലെ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ മാംഗോ സീഡിന് പകരം അവിടെ പിസ്തയുടെ ഷെല്ലാണ് യൂസ് ചെയ്തത്. പിസ്തയുടെ ഷെല്ലിൽ ഞാൻ വൈറ്റ് ഡോട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാംഗോ സീഡിൽ ഞാൻ വൈറ്റ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് ഞാൻ യെല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വൈറ്റോ യെല്ലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ സ്പോഞ്ച് ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ ജസ്റ്റ് ബ്രഷ് കൊണ്ട് തന്നെ അങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണേ. എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. ഞാനിതുപോലെ തന്നെ ജൂട്ട് ത്രെഡ് യൂസ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണിത്. പിന്നെ മുസമ്പിൻ്റെ തൊലി ഉപയോഗിച്ചിട്ട് ഒരു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ മേലെ ഐക്കാർഡായിട്ട് കൊടുക്കാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുമല്ലോ.